നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കല്ലൂർ മാവിൻ ചുവടിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഭരത സ്വദേശി മരിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് തമ്പടിച്ച 30ഓളം കാട്ടാനകൾ, ആശങ്കയിൽ പ്രദേശവാസികൾ. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കർഷക ഗ്രാമമായ ഇഞ്ചക്കുണ്ടിൽ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. പുതുക്കാട് മാട്ടുമലയിൽ ഭൂഭവനരഹിതരായ ലൈഫ് ഗുണഭോക്താക്കൾക്കായി ഫ്ളാറ്റ് സമുച്ചയം ഒരുക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽദാനം നടന്നു. പറപ്പൂക്കര PVSHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂർ മാവിൻ ചുവടിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഭരത സ്വദേശി മരിച്ചു. ഭരത ചെതലൻ 50 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു അപകടം സംഭവിച്ചത്. മാവിൻ ചുവടിലെ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റസ്റ്റിയാണ് ഭാര്യ. റിസ്മി, ജിസ്മി എന്നിവർ മക്കളും അഗസ്റ്റിൻ മരുമകനുമാണ്. പാലപ്പിള്ളി കാരിക്കുളത്ത് തമ്പടിച്ച് 30ഓളം കാട്ടാനകൾ, ആശങ്കയിൽ പ്രദേശവാസികൾ. വ്യാഴാഴ്ച രാത്രി മുതൽ കാട്ടാനക്കൂട്ടം മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. കന്നാറ്റുപാടം സ്കൂളിന് സമീപവും മുപ്പിളിവാലി ഹോസ്പിറ്റലിന് സമീപവുമാണ് ആന ഇറങ്ങിയത്. എസ്റ്റേറ്റ് ഗാർഡുകൾ ഇരിക്കുന്ന ഷെഡ്, റബ്ബർ പാലരിക്കുന്ന വെയ്മൻ ഷെഡ്, ബാർക്കുകൾ എന്നിവയും ആന തകർത്തു. നിലവിൽ സോളാർ ഫെൻസിംഗ് അല്ലാതെ ആനകളെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവും ഇവിടെയില്ല. എന്നാൽ അതും മറികടന്നുകൊണ്ടാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. ഭക്ഷണം കിട്ടാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള സംവിധാനം അധികൃതർ ചെയ്തു തരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആനകളെ ശല്യം വളരെ രൂക്ഷമാണ്, കൂടുതലാണ്. അതായത് ബൈക്കിൽ റോഡിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നില്ല. ഈ റബ്ബറും കാട്ടിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യാനും ജോലിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാടുകൾ വന്നിട്ട് മരങ്ങൾ നശിപ്പിക്കുന്നത്. നമ്മുടെ അടുത്ത് കുണ്ടായിനാർ പ്രദേശത്ത് 1000ഓളം മരങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. കുടിയേറ്റത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ് കിഴക്കൻ മലയോര മേഖലയിലെ ഇഞ്ചക്കുണ്ട് കർഷക ഗ്രാമം. ജില്ലയിലെ ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളായ മറ്റത്തൂരിലും വരന്തരപ്പള്ളിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്തസുന്ദര പ്രദേശമായ ഇഞ്ചക്കുണ്ടിന് കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. 1950കളിലാണ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലുള്ള രാമപുരം കുറുവിലങ്ങാട് പ്രദേശത്ത് നിന്ന് ഏതാനും കുടുംബങ്ങൾ ഇവിടെ എത്തുന്നത്. 33 കുടുംബങ്ങളാണ് അന്ന് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി തേടിയെത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പൗണ്ട്, വേലുപാടം പ്രദേശങ്ങളിൽ എത്തിപ്പെട്ട ഇവർക്ക് ഇഞ്ചക്കുണ്ട് പ്രദേശത്തെ ഫലഭൂയിഷ്ടമായ മണ്ണ് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത് കരുവന്നൂർ സ്വദേശി അബ്ദുള്ള എന്നയാളായിരുന്നു. അക്കാലത്ത് ഇഞ്ചക്കാടുകൾ നിറഞ്ഞുകിടന്ന പ്രദേശം ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് കുടിയേറ്റ കർഷകർ വെട്ടിവെളുപ്പിച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത്. മലമ്പനി പോലുള്ള രോഗങ്ങളും വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും ആക്രമണവും പലരുടെയും ജീവൻ കവർന്നെങ്കിലും ഇച്ഛാശക്തിയുടെ കരുത്തിൽ ജീവിതം പടുത്തുയർത്താൻ കുടിയേറ്റ കർഷകർക്കായി. 75 വർഷങ്ങൾക്ക് മുമ്പ് കേവലം മധ്യ തിരുവിതാംകൂറിൽ നിന്നും 33 കുടുംബങ്ങൾ ഇഞ്ചക്കുണ്ട് എന്ന പ്രദേശത്തേക്ക് ആദ്യമായി കുടിയേറുകയും കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി മണ്ണിനോടും മലയോടും മലമ്പാമ്പിനോടും പൊരുതി 75 വർഷത്തിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന ഇഞ്ചക്കുണ്ടിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഇഞ്ചക്കുണ്ടിലേക്ക് ആദ്യം കുടിയേറിയ 33 പേരിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിൽക്കാലത്ത് കൂടുതൽ കർഷക കുടുംബങ്ങൾ കോട്ടയം ഭാഗത്തു നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തി സ്ഥിരതാമസമാക്കി. കാട്ടുപന്നി, മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യമായിരുന്നു കൂടുതലായും അക്കാലത്ത് കർഷകർ നേരിട്ടിരുന്നത്. വന്യമൃഗങ്ങളെ നേരിടാൻ ഒട്ടുമിക്ക കർഷകർക്കും അന്ന് തോക്ക് ലൈസൻസ് നൽകിയിരുന്നു. 75 വർഷം പിന്നിടുമ്പോഴും ഇഞ്ചക്കുണ്ട് മേഖലയിലെ വന്യമൃഗശല്യം തുടരുകയാണ്. കുടിയേറ്റക്കാലത്ത് കാൽനടയ്ക്ക് യോഗ്യമായ വഴി പോലും ഇല്ലാതിരുന്ന ഇഞ്ചക്കുണ്ടിൽ ഇന്ന് സഞ്ചാരയോഗ്യമായ റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്.
അന്നത്തെ കുടിയേറ്റ കർഷകർ മുൻകൈയെടുത്താണ് ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പള്ളിയും ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളും സ്ഥാപിച്ചത്. ഇഞ്ചക്കുണ്ടില് കർഷകര് ഇവിടെ കാട് വെട്ടി തെളിച്ച് വീട് വെച്ച് ഈ മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉൾക്കൊള്ളുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ഇന്ന് കാണുന്ന സഹകരണ ബാങ്ക് മറ്റ് എല്ലാ പൊതു സ്ഥാപനങ്ങളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കർഷകരുടെ മക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറുമാലിപ്പുഴ അതിരിടുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശം പ്രകൃതി രമണീയമാണ്. പ്രാദേശിക ടൂറിസം സാധ്യതയുള്ള മുനിയാട്ടുകുന്ന്, പരുന്തുംപാറ, വെള്ളാരംപാടത്തെ വനം വകുപ്പിന്റെ മുളന്തോട്ടം, എള്ളുപാറ തുടങ്ങിയ സ്ഥലങ്ങൾ ഇഞ്ചക്കുണ്ട് മേഖലയിലാണ്. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം 2000-ൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. മുൻ മന്ത്രി KM മാണി അടക്കമുള്ളവർ അന്ന് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എത്തിയിരുന്നു. കുടിയേറ്റത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കുകയാണ്. 11 മാസം നീളുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി K രാജൻ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വന്യജീവി ശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ജോസ് K മാണി MP ഉദ്ഘാടനം ചെയ്യും. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ ദാനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുവാൾക്കാരൻ ബ്രദേഴ്സാണ് വാഹനം സ്പോൺസർ ചെയ്തത്. കൂടാതെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്നേഹദീപം മെഴുകുതിരിയുടെ വിപണനോദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ചടങ്ങിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിഫ്റ്റി ഡെയ്സൺ, ലിൻഡോ തോമസ്, മേഴ്സിസ് കറിയ, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, കോൺഗ്രസ് പ്രതിനിധി സന്ദീപ് കണിയത്ത്, CPM പ്രതിനിധി TM രാജേഷ്, CPI പ്രതിനിധി VK സുലൈമാൻ, കേരള കോൺഗ്രസ് M പ്രതിനിധി ജോർജ് താഴേക്കാടൻ, BJP പ്രതിനിധി ശ്രീനിവാസൻ, ജനതാദൾ S പ്രതിനിധി രാഘവൻ മുളങ്ങാടൻ, CDS ചെയർപേഴ്സൺ പ്രസന്ന ഷാജു, ICDS സൂപ്പർവൈസർ ആൻസി ജോസ്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ദിനേശ്, പൊതുപ്രവർത്തകൻ പ്രിബിനൻ ചുണ്ടേലപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഇത്തരത്തിലുള്ള പരിമിതികൾ ഉള്ളവർ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതിൻ്റെ അപ്പുറത്ത് അവരോടുള്ള മറ്റുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വവും കടമ. ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം 2019 നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തണലേകുന്ന ഒരേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ വണ്ടി നമ്മുടെ ചെറുവാൾക്കാരൻ ബ്രദേഴ്സിന്റെ ഒരു പുതുക്കാട് മാട്ടുമലയിൽ ഭൂഭവനരഹിതരായ ലൈഫ് ഗുണഭോക്താക്കൾക്കായി ഫ്ളാറ്റ് സമുച്ചയം ഒരുക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള മാട്ടുമലയിലെ 53 സെന്റ് സ്ഥലത്ത് മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത കുടുംബങ്ങൾക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, അജിത സുധാകരൻ, ജനപ്രതിനിധികളായ അൽജോ P ആന്റണി, ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, കേരള ഹൗസിംഗ് ബോർഡ് ചീഫ് എഞ്ചിനീയർ B ഹരികൃഷ്ണൻ, റീജിയണൽ എഞ്ചിനീയർ TR മഞ്ജുള, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS ഗിരീശൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ രാജൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2010-ൽ ഹൗസിംഗ് ബോർഡ് പാർപ്പിട സമുച്ചയ പദ്ധതി തയ്യാറാക്കുകയും പ്രാഥമിക അനുമതി ലഭ്യമാക്കുകയും 2012-ൽ പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പ്രസ്തുത സ്ഥലത്ത് പുതുക്കാട് മണ്ഡലത്തിലെ ഭൂഭവനരഹിതരായ കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഒരുക്കണമെന്ന് KK രാമചന്ദ്രൻ MLAയുടെ നിരന്തരമായ അഭ്യർത്ഥന പരിഗണിച്ചാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് സന്നദ്ധത അറിയിച്ചത്. യോഗത്തിനു മുൻപ് ഹൗസിംഗ് ബോർഡ് സംഘം മാട്ടുമലയിലെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. 50 കുടുംബങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്ന തരത്തിൽ
ആകെ 30,000 സ്ക്വയർ ഫീറ്റിലാണ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി ഹൗസിംഗ് ബോർഡ് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി അനുമതി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ത്രിതല പഞ്ചായത്തുകളുടെ ഭവന പദ്ധതിക്കായുള്ള ഫണ്ടും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും. അടിസ്ഥാന സൗകര്യങ്ങളോടെ മികച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് മാട്ടുമലയിൽ വിഭാവനം ചെയ്യുന്നതെന്നും സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്നും MLA അറിയിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ചിത്രം അയച്ചു കൊടുത്തുകൊണ്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. അഭിജിത്ത്, അഭിഷേക്, അതുൽ, അഞ്ജോ, ആൽബിൻ എന്നിവർ സന്നിഹിതരായി. പറപ്പൂക്കര PVSH സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ SSLC +2 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ സമ്മാനദാനം നടത്തി. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് നേടിയ KS ഗായത്രിയെയും +1 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ് അനുമോദിച്ചു. വാർഡംഗം KV സുഭാഷ്, PTA വൈസ് പ്രസിഡന്റ് CK ബിനേഷ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി CC ജോയ്, പ്രധാന അധ്യാപിക KS ഉദയ, പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ N മേനോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മിൽമ ബൂത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, സ്കൂൾ മാനേജർ TS മുരളി, പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ N മേനോൻ, പ്രധാന അധ്യാപിക KS ഉദയ, PTA വൈസ് പ്രസിഡന്റ് CK ബിനേഷ്, സിജോ P ജോൺ, KD ബിജു എന്നിവർ സന്നിഹിതരായി. വോട്ടിംഗ് യന്ത്രത്തിൽ ആദ്യ വോട്ട് ചെയ്ത് കുട്ടി വോട്ടർമാർ. ആലത്തൂർ ALP സ്കൂളിലെ തിരഞ്ഞെടുപ്പ് വേറിട്ടതായി. 2 ആഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് അവസാനം LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 202 കുട്ടികളാണ് വോട്ട് ചെയ്തത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ബൂത്തും പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും എല്ലാം തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. രാവിലെ 10:30 മുതൽ 1 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രകടനങ്ങളും കൊട്ടിക്കലാശവുമെല്ലാം ഉണ്ടായിരുന്നു. PTA അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ സഹകരണമുണ്ടായിരുന്നു. കുട്ടികൾ തന്നെ പ്രോഗ്രാമിന്റെ വാർത്തയും റിപ്പോർട്ടിംഗും തത്സമയം അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളിൽ ജനാധിപത്യ ബോധവും ഉത്തരവാദിത്വവും ദീർഘവീക്ഷണവും ഉണ്ടാകുവാൻ ഇത് സഹായിക്കുമെന്ന് പ്രധാന അധ്യാപിക PM ജിൻസ പറഞ്ഞു. ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിധം കുട്ടികൾ അസംബ്ലികളിലും ക്ലാസുകളിലും പ്രസംഗങ്ങൾ നടത്തിയിരുന്നുവെന്നും കുട്ടികളിൽ മികച്ച നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ചുവെന്നും PTA പ്രസിഡന്റ് PS സുനിൽ പറഞ്ഞു. MPTA പ്രസിഡന്റ് സുമി ബൈജു, റിട്ടയർഡ് പ്രധാന അധ്യാപിക NS സന്തോഷ് ബാബു, TR കൃഷ്ണപ്രിയ, CG അനൂപ് എന്നിവർ നേതൃത്വം നൽകി. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ നിവേദ്യ. ALPS ആലത്തൂർ വിദ്യാലയത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 9 പേർ മത്സരരംഗത്ത്. അത്യന്തം ആവേശമായി സ്കൂൾ ഇലക്ഷൻ. നമ്മുടെ റിപ്പോർട്ടർ ബിയോൺ അവിടെയുണ്ട്. ബിയോൺ, പറയൂ, എന്തായി അവിടുത്തെ തെരഞ്ഞെടുപ്പ്? പോളിംഗ് എങ്ങനെയുണ്ട്? സന്തോഷ് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. ലീഡർഷിപ്പ് വളർത്തുവാൻ ഈ പ്രോഗ്രാം എങ്ങനെയൊക്കെ ഉപയോഗിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഓരോ കുട്ടികളുടെയും ഇന്ന് ഈ രാജ്യത്തിന് ആവശ്യം നമ്മുടെ കുട്ടികളിൽ ലീഡർഷിപ്പ്, നേതൃത്വം വഹിക്കാനുള്ള കഴിവുള്ള കുട്ടികളാണ് ഈ രാജ്യത്തിന് ആവശ്യം. പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണവുമായി കാവന്നൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. കാർട്ടൂൺ കഥാപാത്രങ്ങളായി കുട്ടികൾ പ്ലക്കാർഡുകളുമായി അണിനിരന്നു. ഉപയോഗിച്ച് തീർത്ത പേന, ഐസ്ക്രീം ബോളുകൾ, പ്ലാസ്റ്റിക് കുപ്പി എന്നിവയിലൂടെ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതയുടെ മാതൃകയും കുട്ടികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ TA വിൽസൺ, പ്രധാന അധ്യാപിക K രമ, അധ്യാപകരായ ലിജോ ജോസ്, MB ബിന്ദു, PTA പ്രസിഡന്റ് നിഷ വിനുകുമാർ, PTA അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു.
പറപ്പൂക്കര പഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 17-ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. കർഷക ദിനത്തിൽ വിതരണം ചെയ്യുന്ന അവാർഡുകൾക്കുള്ള അപേക്ഷകൾ കർഷകരിൽ നിന്ന് ക്ഷണിക്കുന്നു. മികച്ച ജൈവ കർഷകൻ, മികച്ച വനിതാ കർഷക, മികച്ച കർഷക വിദ്യാർത്ഥി, മികച്ച മുതിർന്ന കർഷകൻ, മികച്ച SC/ST വിഭാഗം കർഷകൻ, മികച്ച നെൽ കർഷകൻ, മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച പാടശേഖര സമിതി, മികച്ച കർഷക തൊഴിലാളി എന്നീ അവാർഡിനാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷകൾ ബുധനാഴ്ച വൈകിട്ട് 4-നുള്ളിൽ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അണ്ടർ 15 തൃശൂർ ജില്ലാ വനിതാ ക്രിക്കറ്റ് ടീം സെലക്ഷൻ ഞായറാഴ്ച നടക്കും. കുരീച്ചുര ട്രീ10 ക്രിക്കറ്റ് അക്കാദമിയിൽ രാവിലെ 10-നാണ് സെലക്ഷൻ. താല്പര്യമുള്ളവർ അന്നേ ദിവസം രാവിലെ 10-ന് മുൻപായി ട്രീ10 അക്കാദമിയിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 90744897 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ വില മാറ്റമില്ലാതെ നിലനിർത്തി മണിക്കൂറുകൾക്കു ശേഷം വീണ്ടും വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ്. 1 പവൻ സ്വർണത്തിന് 800 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 51,000-ന് താഴേക്കെത്തി. 1 പവന് സ്വർണത്തിന്റെ വിപണി വില 50,400 രൂപയാണ്. വ്യാഴാഴ്ച 760 രൂപ പവന് കുറഞ്ഞിരുന്നു. സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചുങ്കം കുറച്ചതായി ധനമന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവുണ്ടായത്. 4,600 രൂപയാണ് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് പവന് കുറഞ്ഞത്. വിപണിയിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,300 രൂപയാണ്. വരന്തരപ്പിള്ളി AH സ്കൂളിലെ 1983 SSLC ബാച്ചിലെ 2ാമത് സ്നേഹസംഗമം ഞായറാഴ്ച നടക്കും. ആമ്പല്ലൂർ ഗോകുലം റെസിഡൻസിയിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സംഗമം. മിമിക്രി ആർട്ടിസ്റ്റ് ബിജേഷ് ചേളാരി മുഖ്യാതിഥിയാകും. ലക്കി വിന്നർ കോൺടെസ്റ്റിലൂടെ ചടങ്ങിനെത്തുന്ന എല്ലാവർക്കും സ്വർണ്ണ കിഴി സമ്മാനമായി ലഭിക്കും. ശിങ്കാരിമേളം, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, വഞ്ചിപ്പാട്ട്, സ്കിറ്റ് എന്നിവയും ഉണ്ടാകും. വേലുപ്പാടം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. രജിസ്ട്രേഷനായി 9846218862 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ ആശാരിക്കുന്ന് കൽക്കുഴി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കും. കൽക്കുഴി സെന്ററിൽ ഉച്ചയ്ക്ക് 12:30-ന് നടക്കുന്ന ചടങ്ങ് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയാകും. കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എന്നിവർ സന്നിഹിതരാകും. പൊന്നൂക്കര മതിക്കുന്ന് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ തൃശൂർ ജൻശിക്ഷൻ സംസ്ഥാനത്തിന്റെ കീഴിൽ സൗജന്യ ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ് കോഴ്സ് പൂർത്തീകരിച്ച വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. പൊന്നൂക്കര വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് എന്നിവർ പരിപാടിയിൽ മുഖ്യ അതിഥികളായിരുന്നു. JSS അസിസ്റ്റന്റ് ഡയറക്ടർ സാക്ഷ, വായനശാല സെക്രട്ടറി CD ആന്റോ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ PS ബാബു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട്, ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, KN ശിവൻ, വായനശാല വൈസ് പ്രസിഡന്റ് CD സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള ചെങ്ങാലൂർ സബ് സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർമാരുടെ താൽക്കാലിക ഒഴിവുകളുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ OP-യിലേക്കാണ് നിയമനം. MBBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. അപേക്ഷയോടൊപ്പം വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും അയക്കണം. ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ആശുപത്രി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെയും ആവശ്യമുണ്ട്. DMA അംഗീകൃത DMLT അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല അംഗീകൃത BSc, MLT എന്നിവയാണ് യോഗ്യത. 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഡിഗ്രിയും PGDCA അല്ലെങ്കിൽ DCA മലയാളം ടൈപ്പിംഗും അറിഞ്ഞിരിക്കണം. 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി 40 വയസ്സ്.
അപേക്ഷയോടൊപ്പം വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും അയക്കണം. ഈ മാസം 31 വൈകിട്ട് 5 മണിക്കുള്ളിൽ ആശുപത്രി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ഗസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച നടക്കും. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക്കിലോ എംടെക്കിലോ ഫസ്റ്റ് ക്ലാസോടെ പാസ്സായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റോടുകൂടി ഉച്ചതിരിഞ്ഞ് 2:00 നടത്തുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്നുള്ള അഭിമുഖത്തിലും ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9446073450 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണവില. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50,400 രൂപ. പൂക്കോട് ചുക്രിക്കുന്ന് വെളിയത്തുപറമ്പിൽ സുരേന്ദ്രൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ഞെള്ളൂർ പള്ളിവളപ്പിൽ ഗോപി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പറപ്പൂക്കര മുത്രത്തിക്കര തെക്കുംപുറം ജോയ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജൈനിയാണ് ഭാര്യ. ജോയന്ന, ജോയ്വിൻ, ജോയ്സ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കല്ലൂർ മാവിൻ ചുവടിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഭരത സ്വദേശി മരിച്ചു. പാലപ്പിള്ളി കാരിക്കുളത്ത് തമ്പടിച്ച 30ഓളം കാട്ടാനകൾ. ആശങ്കയിൽ പ്രദേശവാസികൾ. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കർഷക ഗ്രാമമായ ഇഞ്ചക്കുണ്ടിൽ കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. പുതുക്കാട് മാട്ടുമലയിൽ ഭൂഭവനരഹിതരായ ലൈഫ് ഗുണഭോക്താക്കൾക്കായി ഫ്ളാറ്റ് സമുച്ചയം ഒരുക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന് പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ ദാനം നടന്നു. പറപ്പൂക്കര PVSHS സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.